നിന്ന് വീണ്ടും ആശങ്കയുണ്ടാക്കുന്ന ചില വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. പ്രമുഖ ഇ-കൊമേഴ്സ് ഭീമനായ ആമസോൺ തങ്ങളുടെ 10,000-കണക്കിന് ജീവനക്കാരെ പിരിച്ചുവിടാൻ ഒരുങ്ങുകയാണ്. ഇത്തവണത്തെ പിരിച്ചുവിടൽ ഇന്ത്യയിലെ ജീവനക്കാരെയും വലിയ രീതിയിൽ ബാധിക്കുമെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഏകദേശം 16,000 കോർപ്പറേറ്റ് ജീവനക്കാരെയാണ് ആമസോൺ ഈ ഘട്ടത്തിൽ ഒഴിവാക്കുന്നത്. കഴിഞ്ഞ വർഷം ഒക്ടോബറിൽ ഏകദേശം 14,000 പേരെ പിരിച്ചുവിട്ടിരുന്നു. ഇത് രണ്ടും കൂടി കണക്കിലെടുക്കുമ്പോൾ ഈ 3 മാസത്തിനിടെ മാത്രം ആമസോൺ കുറയ്ക്കുന്നത് 30,000 തൊഴിലവസരങ്ങളാണ്. ആമസോണിന്റെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ പിരിച്ചുവിടലുകൾ ഒന്നാണിതെന്ന് പറയാം. പ്രധാനമായും ആമസോൺ വെബ് സർവീസസ്, പ്രൈം വീഡിയോ, റീറ്റെയിൽ വിഭാഗം, പിന്നെ ഹ്യൂമൻ റിസോഴ്സ് കൈകാര്യം ചെയ്യുന്ന PXT വിഭാഗം എന്നിവയിലുള്ളവർക്കാണ് ഈ തീരുമാനം തിരിച്ചടിയാകുന്നത്. ഇതിൽ ഇന്ത്യയിലെ ഓഫീസുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ബാംഗ്ലൂർ, ഹൈദരാബാദ്, ചെന്നൈ തുടങ്ങിയ നഗരങ്ങളിലെ കോർപ്പറേറ്റ് ജീവനക്കാർ വലിയ ആശങ്കയിലാണ്. ഇന്ത്യയിൽ ഏകദേശം 500-ലധികം ജീവനക്കാരെ ഇത് നേരിട്ട് ബാധിക്കുമെന്നാണ് ആദ്യ സൂചനകൾ. എന്നാൽ വരും ദിവസങ്ങളിൽ ഈ എണ്ണം 800-ലേക്ക് വരെ ഉയർന്നേക്കാം. എന്തുകൊണ്ടാണ് ആമസോൺ ഇത്രയും വലിയൊരു തീരുമാനമെടുക്കുന്നത്? കമ്പനിയുടെ ഔദ്യോഗിക വിശദീകരണം അനുസരിച്ച് ഇതൊരു റീസ്ട്രക്ചറിംഗ് പ്രക്രിയയുടെ ഭാഗമാണെന്നാണ്. അതായത് കമ്പനിക്കുള്ളിലെ അനാവശ്യമായ തസ്തികകൾ കുറച്ച് പ്രവർത്തനങ്ങൾ കൂടുതൽ വേഗത്തിലാക്കാൻ അവർ ആഗ്രഹിക്കുന്നു. എന്നാൽ മറ്റൊരു പ്രധാന കാരണം ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആണ്. മനുഷ്യർ ചെയ്തിരുന്ന പല ജോലികളും ഇപ്പോൾ AI ഉപയോഗിച്ച് കുറഞ്ഞ ചിലവിൽ ചെയ്യാമെന്നതും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് മേഖലയിൽ കൂടുതൽ നിക്ഷേപം നടത്താൻ കമ്പനി ആഗ്രഹിക്കുന്നതുമാണ് ഇത്തരം പിരിച്ചുവിടലുകൾക്ക് പിന്നിലെന്ന് വിദഗ്ധർ വിലയിരുത്തുന്നു. ജോലി നഷ്ടപ്പെടുന്ന ജീവനക്കാർക്ക് ആമസോൺ ചില ആനുകൂല്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. പിരിച്ചുവിടൽ നോട്ടീസ് ലഭിക്കുന്നവർക്ക് 90 ദിവസത്തെ സമയം ലഭിക്കും. ഈ സമയത്ത് അവർക്ക് ജോലിക്ക് വരേണ്ടതില്ലെന്നും മുഴുവൻ ശമ്പളവും ഇൻഷുറൻസ് പോലുള്ള ആനുകൂല്യങ്ങളും ലഭിക്കുന്നതാണ്. കൂടാതെ സെവറൻസ് പാക്കേജും മറ്റു ജോലികൾ കണ്ടെത്താനുള്ള സഹായവും കമ്പനി വാഗ്ദാനം ചെയ്യുന്നുണ്ട്.